തിരിച്ചെടുക്കും. മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി കിടന്നോണം. അച്ചോ, ഇതൊരു മാതിരി മൈനാകം കടലിൽ നിന്നുയരുന്നു. മൈനാകം. ഇതെവിടാ സർക്കിളെ ഈ ക്ലാസ്? ഒരു സെമിനാരില്ല, അച്ഛന്മാരാൻ പഠിക്കുന്ന പിള്ളേരാന്നേ. എന്റെ ഒരു പരിചയക്കാരൻ അവിടുത്തെ റെക്ടർ അച്ഛൻ. ഷേക്സ്പിയറെ പറ്റി ക്ലാസ് എടുക്കാൻ ഒരാള് വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ബാബു സാറിന്റെ പേരങ്ങ് പറഞ്ഞു. പക്ഷെ അതിന് എന്നെ വലിച്ചോണ്ട് വന്ന എന്നാത്തിനാ? ഈ ബാറും വീടുമായിട്ട് കഴിയുന്നോണ്ടാ വാവു കുഞ്ഞിനൊരു മുരടിപ്പ്. ഇതാവുമ്പോ ക്ലാസ് എടുക്കുമ്പോ പഴയ ഉത്സാഹമൊക്കെ ഒന്ന് വരും. അപ്പൊ നമ്മളെല്ലാം കൂടി ഒരു സഹകരണം ഇല്ലേ? അല്ലേ സാറേ? മക്കളെ, എനിക്കൊരു ഗ്ലാസ് മൂത്രം ഒഴിക്കണം. അകത്ത് നിന്നിട്ട് ഒഴിക്കാന്നേ. അയ്യോ, എന്റെ ബ്ലാഡർ ഇപ്പൊ പൊട്ടിപ്പോ. ഒന്ന് നിർത്ത് പ്ലീസ്. അയ്യോ, വേഗം മുള്ളിയേച്ചു. ഇതെവിടെ പോവാ? എടാ ബാബു, കഴിഞ്ഞ ആഴ്ച ഒരു മാഗസിനിൽ ഈ പ്രസ്ഥാനത്തെ കുറിച്ചൊരു ഫ്യൂച്ചർ ഉണ്ടായിരുന്നടാ, ഞാൻ വായിച്ചതാടാ. ഇത് കുടിയന്മാരെ കൊണ്ടിട്ട് കൊല്ലുന്ന ജയിലാണ്ടാ. ഈ മണിക്കൂർ കിട്ടപ്പെട്ടോ. അയ്യോ, ഈ അഡിക്ഷൻ സെന്റർ. സാർ വണ്ടി എടുത്ത് അതോട്ടുണ്ടോ? ട്രീറ്റ്മെന്റ് റൂമിൽ കൊണ്ടേ കൊടുത്ത് കൊണ്ടുപോ. അങ്ങ് അതോട്ട് കൊണ്ടുപോകാതെ. അജോ, ഇതൊരുമാതിരി പൂമാനമേ ഒരു രാഗമേഘം താ. പൂമാനമേ. മിനിമം ഒരു 15 ദിവസം കഴിഞ്ഞ് ആളെ കോമ്പൗണ്ടിന് വെളിയിലേക്ക് വിടും. അല്ല, എന്ന് വെച്ച് ഫുൾ ടൈം റൂമിനകത്ത് അടച്ചിട്ടിരിക്കുമല്ല കേട്ടോ. മെഡിറ്റേഷൻ, യോഗ, അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള സെഷൻസ്, ഡോക്ടർമാരുടെ ക്ലാസ്സുകൾ, അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇവിടെ. പിന്നെ സെഡേഷൻ കഴിഞ്ഞ് നിൽക്കുമ്പോൾ പതുക്കെ ഈ അറ്റ്മോസ്ഫിയറൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആയിക്കോളും. അപ്പോൾ ഒരു 15 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകാൻ വരാം. അതായത് ഈ കൂട്ടിക്കൊണ്ടുപോകാൻ ആളൊക്കെ വരിക എന്ന് പറയുമ്പോൾ താങ്കൾക്കെന്തോ വലിയ മാനസിക പ്രശ്നമായിരുന്നു ഒരു തോന്നലുണ്ടാവും ചില പേഷ്യൻസിന്. നോർമലായി കഴിഞ്ഞ മനുഷ്യരെ നമ്മളായിട്ട് എന്തിനാ വെറുതെ ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാക്കി കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കാർ ഇവിടെ കിടന്നോട്ടെ. താക്കോല്. ആയിക്കോട്ടെ. നമസ്കാരമുണ്ട് സാറേ. നീ ആരാ? ജോയ്, പാമ്പ് ജോയ്. നടക്കുകയല്ല സാറേ, അവന്മാര് പുറത്തുനിന്ന് പൂട്ടിയേക്കുവാ. വാതിൽ തുറന്നേ. ആരെങ്കിലും ഉണ്ടോ? കരടി. ആരാടാ വാതിലേക്ക് കിടന്നടിക്കുന്നേ? ആരൊന്നും ഞാൻ നോക്കത്തില്ല. കുത്തിവെച്ച് ബോലം കിടത്തി കളയും. മര്യാദ കിടന്ന് ഉറങ്ങിക്കോണം കേട്ടറാ. വലിയ വേളമൊന്നും വെക്കാതിരിക്കുന്ന സാറേ നല്ലത്. ഒരു അരിവപ്പുകാരൻ കുടീനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഷോ കാണിച്ച് ഞാൻ ഒറ്റയ്ക്ക് പൂട്ടിയിട്ടേക്കുവാ. ഇവിടെ പെട്ടാലേ അടിവിലിനകത്ത് എലി വീണതുപോലെ. വേദനിച്ചായിരുന്നോ? പോയി.
കരടി വന്നാലേ കുത്തി നോക്കും. അടുത്താണ് അവിടെ ഇരുന്നു. പേരെന്നാ? എന്ത് പേരെന്നാ? പ്രൊഫസർ ബാബു ജോസഫ്. പതിയെ മാറിക്കോളും. വന്നപ്പോൾ ഞാൻ ലാൽ ബഹദൂർ ശാസ്ത്രി എന്നാ പറഞ്ഞു. എന്താ ചോദി? ഇന്ന് ആർക്കാ സാറേ കുത്തിവെപ്പ്? ഇന്ന് ആർക്കും ഇല്ല. എടാ എന്നെ ഒന്ന് തുറന്നു വിടറാ. ഞെട്ടില്ല വട്ടയില്ല എന്നാന്ന് പറ, തുറന്നു വിടാം. പപ്പടം പപ്പടം ഇപ്പൊ തുറന്നു വിടാം. ഡാടാ ഒന്ന് തുറന്നു വിടറാ. ഞാൻ പപ്പടം എന്ന് പറഞ്ഞാലടാ. മൂത്ര ചികിത്സയാ സാറേ. പണ്ടൊരു പ്രധാനമന്ത്രി ഇങ്ങനെ ചെയ്യുമായിരുന്നു. എനിക്ക് ഇച്ചിരി മൂത്ര ചികിത്സ വേണം. അത് ഞാൻ എങ്ങനെ ദാ, യേശു വെള്ളം വീഞ്ഞാക്കിയതേ ഉള്ളൂ. നീ എങ്ങനെയാ ഈ മൂത്രം മദ്യമാക്കുന്നത്? ഭയങ്കര ടെക്നിക്കാ സാർ ആയതുകൊണ്ട് ഞാൻ കാണിച്ചു തരാവേ. ഇങ്ങനെ വെച്ച് കെട്ടി വേണ്ടപ്പം സാധനം റെഡി. ശരിക്കും നിന്റെ പണി എന്നതാ? ഓ, ഇന്ന പണിയൊന്നും ഇല്ല സാറേ. ഡ്രൈവിംഗ് അറിയാം, വെൽഡിംഗ് അറിയാം, പ്ലംബിംഗ് അറിയാം, പാചകം അറിയാം. റബ്ബർ വെട്ടും, കിണർ തേക്കും, പശുവിനെ കറക്കും, ബ്ലാക്ക് ടിക്കറ്റ് വെക്കും. പക്ഷെ ഈ കള്ളുകൂടി കാരണം ഒന്നേലും അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്. ജാക്കി ഞാനല്ല സാറേ, അത് നമ്മുടെ ആശാനാ. അതാരാ? സാഗർ ഏലിയസ് ജാക്കി. എനിക്ക് നാണം വരുന്നു. Friends, Romans and countrymen, my dear Babuja, let me hear ya. എന്നെ കൊണ്ട് സിറിഞ്ച് അടിപ്പിക്കും. കുത്തിവെപ്പ് വേണ്ടേ? ഡാടാ ഇന്ന് എന്നതാ കഴിക്കാൻ? പറയട്ടെ, നല്ല പനങ്കള്ളും അസലും മുയലിറച്ചി. എടാ എന്നെ ഒന്ന് തുറന്നു വിടറാ. ഇംഗ്ലീഷിലൊരു പ്രസംഗം പറയാമെങ്കിൽ തുറന്നു വിടാം. പോടാ വെറുതെ അല്ലേ പോടാ കൂട്ടി. പോ. നീയൊന്ന് ഗതി പിടിക്കത്തടാ. മോനെ ജോയ്, ഊറിനോട് കൂത്തറ. ഇതുവരെ ആരും മോനെ ജോയിന്ന് വിളിച്ചിട്ടില്ല. എനിക്ക് കരച്ചിൽ വരുന്നത് ബാബു സാറേ. എനിക്ക് അതെന്നാത്തിനാ? അതല്ല, എല്ലാരും എന്നെ സാറേന്ന് വിളിക്കുമ്പോ അവന്മാര് മനസ്സിൽ ഒരക്ഷരം മാറ്റി വിളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നാറ്. പക്ഷെ നീ എന്നെ ബാബു സാറേന്ന് വിളിക്കുമ്പോ ഒരു പ്രത്യേക ഇതാ. അടി സാറേ. മോനെ പറ സാറേ. നമുക്കിവിടുന്ന് ചാടാം, എന്നിട്ട് വീട്ടിൽ പോവാം. ചെല്ലുമ്പോ കാത്തിരിക്കാൻ ആരെങ്കിലും ഉള്ള സ്ഥലത്തിനല്ലേ സാറേ വീടെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോ എനിക്ക് വീടില്ല. നീ എൻ്റെ കൂടെ വരുന്നോ?
എടോ നീ ഇതൊക്കെ എവിടെ ഒളിപ്പിച്ചു വെക്കുന്നത്? കണ്ണൂര് തെണ്ടജയിലെ ആൾക്കാർ ഫ്രിഡ്ജും കമ്പ്യൂട്ടറും വരെ ആസനത്ത് വെക്കുന്നു. പിന്നാണോ സാറേ ഒരു മൊബൈൽ ഫോൺ? സഞ്ജീവനിയുടെ അഡിക്ഷൻ സെന്റർ. കാവൽക്കാരാ എന്നാ ഈ കേബിളിന്റെ ഓഫീസിൽ നിന്നാ സെറ്റപ്പ് ബോക്സ് ശരിയാക്കാൻ പറഞ്ഞിട്ട് വന്നാ. വേഗം തുറക്ക്. കണക്കനുണ്ട്. അയ്യോ ഈ കാലവാടനെ കൊല്ലാൻ വരുന്നത്. ഇവനെ തല്ലിക്കൊല്ലേ. അയ്യോ നീ പോടാ. എടാ നിന്നോടാ പറഞ്ഞു താഴോട്ടിറങ്ങാൻ. നീ പോടാ പട്ടി. എനിക്ക് വട്ടാടാ. ഞാൻ ഈ കമ്പിയെ കയറി പിടിക്കും. എടാ ഇങ്ങോട്ട് ഇറങ്ങാൻ. നീ പോടാ. വിളക്കൂതി രാജൻ പണി തുടങ്ങി. അച്ചു എന്നതാടാ ഒരു വട്ടം പോസ്റ്റേക്ക് കമ്പിയെ പിടിക്കാൻ നിൽക്കോ. ഓടി വാ. പോസ്റ്റേക്ക് കമ്പിയെ പിടിച്ചോളൂ. സാറേ അന്ന് ആ കസേരയിലോട്ട് വെച്ച ചവിട്ട് ഇന്ന് ഈ പൂട്ടിനൊന്ന് കൊടുത്തേ. കൊടു സാറേ. എടാ ആരാടാ നീ? താഴെ ഇറങ്ങടാ. ഞാൻ ഇൻസമാമുൽ ഹക്ക്. എനിക്ക് വട്ടാടോ. ഞാൻ ഈ കമ്പിയെ കയറി പിടിക്കും. ഇൻസമാ ഉള്ളക്കോ? എടാ താഴെ ഇറങ്ങാൻ. നീ മര്യാദക്ക് ഇറങ്ങുന്നുണ്ടോ? എനിക്ക് മര്യാദ തിരി കുറവാ. താൻ കൊണ്ടേ കേസ് കൊടുക്ക്. സാർ ചെല്ല്, ഞാൻ വന്നോളാം. നീ എങ്ങോട്ടാ? ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നെ നോക്കണ്ട. സാർ വിട്ടോ. ഇംഗ്ലീഷിൽ പ്രസംഗം ഒന്നും പറയണ്ട കേട്ടോ. ഞാൻ പുറകിലത്തെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. ചേട്ടൻ അതുവഴി പോയിക്കോ. നിനക്ക് എന്നാ വേണ്ട? ഇറങ്ങാൻ. എനിക്കൊരു താരാട്ട് പാട്ട് പാടി തരോ? താരാട്ട് പാട്ട് ഞാൻ നല്ലോണം പാടച്ചോ. അടിച്ചാലുണ്ടല്ലോ. പോയി ഏണി എടുത്തോണ്ട് വേണം. പോയി ഏണി എടുത്തോണ്ട് വാ. ആ മര്യാദക്ക് ഇറങ്ങാൻ. അവൻ കാറി കയറി പോകുന്നു. കണ്ടോളോ കാട്ടുപാക്കാരച്ച എന്റെ പിള്ളേർ കാർ എടുത്തോണ്ട് പോണത്. പോയി പിടിയടാ. ബാബു സാറേ, ഞാൻ എത്തി. കേറിക്കോടാ. പുറകെങ്ങാനും വന്നോണ്ടല്ലോ നിനക്കൊക്കെ ആയിട്ട് ഇടിയുടെ പെരുന്നാളായിരിക്കും. ബാബു സാറേ, നമുക്ക് സ്വപ്പം മൂത്ര ചികിത്സ ആയാലോ? നീ ഒഴിയടാ മോനെ ജോയ്.